നന്ദി പറയുന്ന ദിനം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, ക്രിസ്തുമസ് ഒരുക്കത്തിന്റെ ഈ യാത്രയിൽ നാം പഠിക്കുന്നത് നന്ദി പറയുന്ന ഹൃദയം വളർത്തുക എന്നതാണ്. ലോകം നമ്മോട് പലപ്പോഴും പറയുന്നു, ഇതൊന്നും മാത്രം മതിയാകില്ല, കൂടുതൽ കൂടുതൽ വേണം. പക്ഷേ യേശു നമ്മോട് പറഞ്ഞത് വളരെ ലളിതമായിട്ടാണ്. നിനക്ക് ലഭിച്ചതിൽ നന്ദി പറയൂ, നിന്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറയും. നന്ദി പറയുന്ന ഹൃദയം എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത്? കാരണം നന്ദി ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ബലിയാണ്. നമുക്കില്ലാത്തതിനേക്കാൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ കാണാൻ നമ്മുടെ കണ്ണു തുറക്കുന്നു. ഹൃദയത്തെ വിനയത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കുന്നു. സ്നേഹത്തിന്റെ സുഗന്ധം നമ്മിൽ നിന്ന് മറ്റുള്ളവരെയൊക്കെ പകരുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിന് നാം നൽകുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാകട്ടെ നമ്മുടെ ഹൃദയം. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. ഓരോ നിമിഷത്തിലും ശ്വാസം, കുടുംബം, ഭക്ഷണം, വീട്, അങ്ങനെ അനേകം അനുഗ്രഹങ്ങൾ നിശബ്ദമായി ദൈവം നമുക്ക് നൽകുന്നു. പലപ്പോഴും നാം ഇതൊന്നും നന്ദിയോടുകൂടി കാണാതിരിക്കുന്നു. പക്ഷെ ഓരോ നന്ദിയും ആകാശത്തോളം വലിയ വാതിലുകൾ നമുക്കായി തുറക്കുന്നു. ഇന്ന് ചെയ്യാനാവുന്ന 3 നന്ദി പ്രവൃത്തികൾ: 1. ദൈവത്തോട് നന്ദി പറയുക. ഇന്നത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്പനിമിഷങ്ങൾ ചിന്തിച്ച് ഈശോയെ നന്ദി എന്ന് പറയുക. 2. മനുഷ്യരോട് നന്ദി പറയുക. ഇന്ന് ഒരാളോട് എങ്കിലും ഹൃദയപൂർവ്വം നന്ദി, നിങ്ങൾ എനിക്ക് വിലപ്പെട്ടവരാണ് എന്ന് പറയാൻ ശ്രമിക്കാം. 3. നെഗറ്റീവ് ചിന്തയ്ക്ക് പകരം നന്ദിയുടെ ചിന്ത. പ്രശ്നം വന്നാൽ വിഷമിക്കാതെ, ദൈവമേ, ഇതിലും നല്ലതങ്ങ് എനിക്ക് ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എല്ലാറ്റിനും നന്ദി പറയുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാനും കൃതജ്ഞതയിൽ വളരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന് നന്ദി.